ദൈവത്തിന് സ്തുതി. 2018 പ്രളയത്തിനും തുടർന്നുണ്ടായ കോവിഡ് മഹാമാരിക്കും ശേഷമുള്ള വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത സ്പെഷ്യൽ റിപ്പോർട്ട്. ഇടവക കാറ്റക്കിസം ഡയറക്ടർ റവറൻ ഡോക്ടർ ഷിനു ഉതുപ്പാൻ, ഹെഡ്മിസ്ട്രസ് റവറൻ സിസ്റ്റർ ലിസി മേപ്പിള്ളി, ഡീക്കൺ ജിബിൻ ഇടപ്പുളവൻ, ബ്രദർ ആബിൽ നരികുളങ്ങര, കൂടാതെ 17 അധ്യാപകരും ഒരുമിച്ച് KG മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന 240 കുട്ടികളെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്നു. പ്രവേശനോത്സവം. ഈശോയിലാണൻ പ്രത്യാശ എന്ന ആപ്തവാക്യവുമായി ജൂൺ 1-ാം തീയതി പുതിയ വിശ്വാസ പരിശീലന വർഷത്തിന് ആരംഭം കുറിച്ചു. കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരവും നൽകി പുതിയ ക്ലാസ്സുകളിലേക്ക് അവരെ ആനയിച്ചു. പ്രാർത്ഥനാ ദിനം. ജൂൺ 7-ാം തീയതി വിശ്വാസ പരിശീലകരുടെ പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. എറണാകുളം ഫൊറോന ഡയറക്ടർ റവറൻ ഫാദർ സനു പുതുശ്ശേരി അധ്യാപകർക്ക് ക്ലാസ് എടുത്തു. തുടർന്ന് ആരാധന നടത്തി. സ്കൂൾ ലീഡേഴ്സ്. 2025-26 വർഷത്തെ സ്കൂൾ ലീഡേഴ്സായി ക്രിസ്വി മാർട്ടിൻ കോന്തുരുത്തിയും റോസ്വിൻ ഡെന്നി വട്ടക്കുന്നേലും തിരഞ്ഞെടുക്കപ്പെട്ടു. കുട്ടികളുടെ ഗ്രൂപ്പുകൾ. കുട്ടികളെയും അധ്യാപകരെയും സമരിയൻ, ലാസറോ, ബർത്തോ, സക്ക എന്നിങ്ങനെ 4 ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് ആലോകം എന്ന പേരിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും മത്സരങ്ങളും നടത്തുന്നു. തിരുബാല സഖ്യം, CLC എന്നീ ഭക്തസംഘടനകൾ കാറ്റക്കിസത്തിനൊപ്പം വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു. ഓഗസ്റ്റ് 17-ാം തീയതി 23 കുട്ടികളെ CLCയിൽ ചേർത്തു. ക്ലാസ് PTA-യും PCC-യും. ജൂൺ 22-ാം തീയതി ക്ലാസ് PTA നടത്തുകയും ഓരോ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുനിൽ മാത്യു ചക്കേടൻ പ്രസിഡന്റായ പാരിഷ് കാറ്റക്കിസം കൗൺസിൽ രൂപീകരിച്ചു. കൈക്കാരന്മാരായ ശ്രീ ജെയിംസ് അരക്കൽ, ശ്രീ റിനു പറപ്പള്ളി, ഫാമിലി യൂണിറ്റ് സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ഷാജി കൊടോപ്പറമ്പിൽ എന്നിവർ ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. പാരന്റ് സെമിനാർ. ജൂലൈ 20-ന് റവറൻ ഡോക്ടർ മാർട്ടിൻ ശങ്കുരിക്കൽ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുത്തു. ഗ്രാൻഡ് പാരന്റ്സ് ഡേ. ജൂലൈ 27-ന് നടന്ന ഗ്രാൻഡ് പാരന്റ്സ് ഡേയിൽ മുൻ വികാരി ജോസ് നാൽപ്പാട്ടച്ചൻ മുഖ്യാതിഥിയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് കാർഡ് മേക്കിംഗ്, ലെറ്റർ റൈറ്റിംഗ്, റീൽസ് എന്നിങ്ങനെ വിവിധ തരം മത്സരങ്ങൾ കുട്ടികൾക്കായി നടത്തി. നാമഹേതുക തിരുനാൾ. ജൂൺ 13-ന് ഫീസ്റ്റ് ആഘോഷിക്കുന്ന ഷിനു ഉതുപ്പാനച്ചൻ, ജൂലൈ 3-ന് ഫീസ്റ്റ് ആഘോഷിക്കുന്ന റെസിഡൻഷ്യൽ പ്രീസ്റ്റ് തോമസ് കലൂക്കാരൻ അച്ഛൻ എന്നിവരുടെ നാമഹേതുക തിരുനാൾ സാഘോഷം കൊണ്ടാടി. ജന്മദിനങ്ങൾ. ഷിനു അച്ഛൻ്റെയും HM ലിസി സിസ്റ്ററിൻ്റെയും ജന്മദിനാഘോഷങ്ങൾക്ക് പുറമെ എല്ലാ ആഴ്ചകളിലും ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടികളെയും അധ്യാപകരെയും ആദരിക്കുന്നു. ജൂഡ്സ് ന്യൂസ് ചാനൽ. വിശ്വാസ പരിശീലന വിഭാഗവും KCYM അംഗങ്ങളും അടങ്ങുന്ന മീഡിയ ടീം കുട്ടികളുടെ ഗ്രൂപ്പ് തല പ്രവർത്തനങ്ങളും ദിനാചരണങ്ങളോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. സ്മാർട്ട് റൂം ക്ലാസ്. വിശ്വാസ പരിശീലന ക്ലാസുകൾ ആകർഷകമാക്കാൻ വീഡിയോ റൂം ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നു. ലൈബ്രറി ബുക്സ്. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും അതിലൂടെ അറിവുകൾ നേടാനുമായി കുട്ടികൾക്ക് ലൈബ്രറി ബുക്കുകൾ നൽകുന്നു. ദിനാചരണങ്ങൾ. ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും കൊണ്ടാടി. ഇടവക വികാരി ഷിനു അച്ഛൻ പതാക ഉയർത്തി. തോമസ് കല്ലൂക്കാരൻ അച്ഛൻ, കുമാരി ജോവാൻ ജിൻസൺ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. മാതാവിന്റെ ജനന തിരുനാൾ ആയ സെപ്റ്റംബർ 8-ന് KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മരിയൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടത്തി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കുട്ടികൾ മാതാവിന്റെ പ്രത്യക്ഷീകരണവും സന്ദേശവും സ്കിറ്റായി അവതരിപ്പിച്ചു. പരിസ്ഥിതി ഞായറാചരണം. ജൂൺ 8-ാം തീയതി പരിസ്ഥിതി ഞായറാചരണത്തോടനുബന്ധിച്ച് 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ സെന്റ് ജൂഡ് സ്കൂൾ ഗ്രൗണ്ടിൽ മാംഗോസ്റ്റിൻ തൈകൾ നട്ടു. തിരുവോണം. ഉത്രാട ദിനത്തിൽ അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് പള്ളി വരാന്തയിൽ പൂക്കളമൊരുക്കി. തിരുവോണാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് വിവിധ തരം മത്സരങ്ങൾ നടത്തി. മിഷൻ ഞായർ ദിനത്തിൽ CLC, തിരുബാല സഖ്യം, അൾത്താര ബാലന്മാർ എന്നിവർ വിവിധ സ്റ്റാളുകളിട്ട് ധനസമാഹരണം നടത്തി. മതാധ്യാപക ദിനം. വിശ്വാസ പരിശീലകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമയുടെ തിരുനാൾ ദിനമായ നവംബർ 4 മതാധ്യാപക ദിനമായി ആചരിച്ചു. കുട്ടികൾ വരച്ച അധ്യാപകരുടെ ചിത്രങ്ങൾ അടങ്ങിയ ഗ്രീറ്റിംഗ് കാർഡ് ഏറെ ആകർഷണീയമായിരുന്നു. PCC അംഗങ്ങൾ എല്ലാ അധ്യാപകർക്കും സമ്മാനം നൽകി ആദരിച്ചു. കൊന്തമാസാചരണം. ഒക്ടോബർ മാസം അധ്യാപകരും വിദ്യാർത്ഥികളും മരിയൻ ചിന്തകൾ പങ്കുവച്ചു. ഒക്ടോബർ 31-ന് മാതാവിന്റെ ജനനം മുതൽ സ്വർഗാരോപണം വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ 10 ടാബ്ലോകൾ അവതരിപ്പിച്ചു. ക്രിസ്തുരാജന്റെ തിരുനാൾ.
ക്രിസ്തുരാജന്റെ തിരുനാൾ ദിനത്തിൽ നടന്ന ക്രിസ്തു രാജത്വ വിളംബര റാലിയിൽ അധ്യാപകരും കുട്ടികളും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്ലക്കാർഡുകളും നിശ്ചല ദൃശ്യങ്ങളും മുദ്രാവാക്യങ്ങളുമായി അണിനിരന്നു. ക്രിസ്മസ് ആഘോഷത്തിന് മുന്നോടിയായി ഡിസംബർ 21 തീയതി ക്രിസ്മസ് വിളംബര റാലി നടത്തി. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സ്കിറ്റ് കോമ്പറ്റീഷൻ നടത്തി. KG 1, 2, 3 ക്ലാസ്സുകളിലെ കുട്ടികൾ വചന പുൽക്കൂട് അവതരിപ്പിച്ചു. ക്രിസ്മസ് രാത്രിയിലെ വിശുദ്ധ കുർബാനയ്ക്കിടെ തിരപ്പിറവിയുടെ സമയത്ത് ലൈവ് ക്രിബ് അവതരിപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള ഹോളി നൈറ്റ് പ്രോഗ്രാം ഏറെ ആകർഷണീയമായിരുന്നു. ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൂദ തദ്ദേവുസിന്റെ തിരുനാൾ ഫെബ്രുവരി 2 തീയതി ആഘോഷിച്ചു. ആരാധന, തിരുനാൾ കുർബാന, പ്രദക്ഷിണം എന്നിവയിൽ കുട്ടികളും അധ്യാപകരും സജീവമായി പങ്കെടുത്തു. പ്രൊമോട്ടേഴ്സ് വിസിറ്റ്. ഫൊറോന പ്രൊമോട്ടർമാരായ ശ്രീമതി മരിയ ജെറോം, ശ്രീമതി സൈറ മാത്യു, ശ്രീ ജോസഫ് ജെയിംസ് എന്നിവർ ഓഗസ്റ്റ് 24 യൂണിറ്റ് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ജീവകാരുണ്യ പ്രവൃത്തികൾ. കുട്ടികളിൽ ദാനശീലം വളർത്തുക, ചുറ്റുമുള്ളവരുടെ കാരുണ്യം കാണിക്കുക എന്നീ ലക്ഷ്യത്തോടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. എല്ലാ ക്ലാസ്സിലുമുള്ള കാരുണ്യ കുടുക്കയിൽ കുട്ടികൾ എല്ലാ ഞായറാഴ്ചകളിലും തങ്ങളുടെ സംഭാവന നിക്ഷേപിക്കുന്നു. വിവിധ ക്ലാസുകൾ ഒരുമിച്ച് അനാഥ അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ച് അവർക്കാവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷണങ്ങളും നൽകുന്ന അലിവ് പ്രോഗ്രാമിന്റെ ഭാഗമായി 2024 സെപ്റ്റംബർ 1 3, 4, 5 ക്ലാസുകളിലെ കുട്ടികളും അധ്യാപകരും പള്ളുരുത്തിയിലെ സ്നേഹഭവൻ സന്ദർശിച്ചു. 2024 ഡിസംബർ 1 തീയതി 9, 10 ക്ലാസുകളിലെ കുട്ടികളും അധ്യാപകരും കളമശ്ശേരിയിലെ വാത്സല്യം എന്ന അനാഥാലയം സന്ദർശിച്ചു. 2025 ജാനുവരി 5 തീയതി 6, 7, 8 ക്ലാസുകളിലെ കുട്ടികളും അധ്യാപകരും ഞാറയ്ക്കലുള്ള സ്നേഹഭവൻ സന്ദർശിച്ചു. 11ാം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒക്ടോബർ 6 കാക്കനാടുള്ള ഹോം ഓഫ് ഫെയ്ത്ത് എന്ന അനാഥാലയം സന്ദർശിച്ചു. 12ാം ക്ലാസ്സിലെ കുട്ടികൾ അഡോപ്റ്റ് എ ഫാമിലി പ്രോഗ്രാമിന്റെ ഭാഗമായി ഇടവകയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തെ, മണ്ടാനത്ത് ശ്രീമതി ഗ്രേസിയുടെ കുടുംബത്തെ ദത്തെടുത്ത് അവർക്ക് ധനസഹായം നൽകി. എൻലൈറ്റ് 2024-25 വർഷത്തെ കൊറോണ എൻലൈറ്റ് പ്രോഗ്രാമിന് സെന്റ് ജൂഡ് പള്ളി ആതിഥേയത്വം വഹിച്ചു. 8ാം ക്ലാസ്സിലെ 25 കുട്ടികൾ ഈ പ്രോഗ്രാമിൽ യൂണിറ്റിൽ നിന്ന് പങ്കെടുത്തു. എലൈവ് നവംബർ 10 തീയതി എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ വെച്ച് നടത്തിയ എലൈവ് പ്രോഗ്രാമിൽ 12ാം ക്ലാസ്സിലെ 10 കുട്ടികൾ പങ്കെടുത്തു. ബൈബിൾ കലോത്സവം 2023 ഒക്ടോബർ 23, 24 തീയതികളിൽ നടന്ന എറണാകുളം ഫൊറോന ബൈബിൾ കലോത്സവത്തിന് സെന്റ് ജൂഡ് പള്ളി ആതിഥേയത്വം വഹിച്ചു. 14 ഇടവകളിൽ നിന്ന് മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഇളംകുളം പള്ളി ഓവറോൾ ചാമ്പ്യന്മാരായി. വിനോദയാത്ര ഫെബ്രുവരി 8 തീയതി പൂത്തോട്ടയിലുള്ള മത്സ്യഫെഡിന്റെ അക്വാ ഫാമിലേക്ക് വികാരിയച്ചന്റെ നേതൃത്വത്തിൽ അധ്യാപകർ ഉല്ലാസയാത്ര നടത്തി. 25 നോൻപിനും 50 നോൻപിനും മുടങ്ങാതെ പള്ളിയിൽ വന്ന കുട്ടികളെ ജൂൺ 14 തീയതി പൂത്തോട്ടയിലെ ഗ്രീൻ ഐലൻഡിൽ കൊണ്ടുപോയി. കൂടാതെ ഇവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത പാലക്കുഴ ജോവാക്കിം സന്തോഷിന് സൈക്കിൾ സമ്മാനിച്ചു. അഭിനന്ദനങ്ങൾ. അതിരൂപത പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ അന്ന ജോർജ് ചിറ്റത്താഴത്തിനും 2024-25 അധ്യയന വർഷം A+ കരസ്ഥമാക്കിയ ജുവൽ മരിയ സ്റ്റാൻഡേർഡ് 4, ജനീറ്റ വിപിൻദാസ് സ്റ്റാൻഡേർഡ് 8നും അഭിനന്ദനങ്ങൾ. ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് 2024-25 വർഷത്തെ ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് ഏപ്രിൽ 1, 2, 3 തീയതികളിൽ നടത്തി. ഏപ്രിൽ 2 തീയതി കൊറോനയിൽ നിന്ന് പ്രൊമോട്ടർ ശ്രീമതി സൈറ മാത്യു യൂണിറ്റ് സന്ദർശിച്ചു. ഉപസംഹാരം. വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളിൽ ദൈവത്തിന്റെ മഹത്വകരമായ കരുതലിനും ഇടവകയിലെ ആത്മീയ നേതൃത്വത്തിനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണത്തിനും വിദ്യാർത്ഥികളുടെ സജീവമായ പങ്കാളിത്തത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു.